ിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിന്റെ ആദ്യ ദിനത്തെ ഇന്ത്യ കളക്ഷൻ പുറത്തു വരുമ്പോൾ റെക്കോർഡ് തൂക്കി തന്നെയാണ് സിനിമ നിൽക്കുന്നത്. വെറും 200 തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ 3 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇനിയും വരാനിരിക്കുന്നു. എന്നിരുന്നാലും എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഭ്രമയുഗം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് 3,65 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയാനുള്ളത് കർണാടകത്തിൽ നിന്ന് 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടി എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഈ സിനിമയുടെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ പതിപ്പുകൾ റിലീസ് ചെയ്യാനിരിക്കുകയാണ് ഈ ഒരു കാര്യം. വരുന്ന ആഴ്ചയാണ് ഈ സിനിമയുടെ അന്യഭാഷകളിലുള്ള റിലീസ് നടക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമ ഏറെയും പ്രശംസ ഏറ്റുവാങ്ങിയിരിക്കുന്നു. മലയാളം സിനിമയിലെ ഏറ്റവും നമ്പർ 1 മൂവിയായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് മൂവികളുടെ പട്ടികയിലേക്ക് ഈ സിനിമ എത്തുന്നു. മമ്മൂട്ടിയുടെ കൊടൂര പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ മുഖ്യ ആകർഷണം അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ഒപ്പം രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ, അതേപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം മികച്ച രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. ഈ ഒരു സിനിമ ഇപ്പോൾ എല്ലാവരെയും പിടിച്ചിരുത്തുന്ന തരത്തിലാണ്. ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് വേറെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിരുന്നുവെങ്കിൽ കേരളത്തിലെ മുഴുവൻ തിയേറ്ററിലും അഴിഞ്ഞാടുന്ന സിനിമയായേനേയും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കളക്ഷൻ കേരള കളക്ഷൻ്റെ മുകളിലായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വൈകുന്നേരത്തോടെ നമുക്ക് വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ സിനിമ ഒരു 8 കോടിക്ക് മുകളിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും 10 കോടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു റെക്കോർഡ് തന്നെയായിരിക്കാം. 8 കോടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം. 25 കോടി മുടക്കി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പിടിക്കുമ്പോൾ ഇത് എങ്ങനെ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ഇപ്പോൾ 4Kയിലോ 8Dയിലോ ഒക്കെ നമുക്ക് ഫിലിം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എന്തിന് മോണോക്രോമിലേക്ക് പോയി? ഈ സിനിമ പൂർണ്ണമായും നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത് ഇതിൻ്റെ കളർ ടോൺ തന്നെയാണ്. എന്താണെങ്കിലും ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കില്ല ഇത് കളറിലായിരുന്നെങ്കിൽ എന്നുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത്രത്തോളം ദൃശ്യ മനോഹരമായിട്ട് തന്നെയാണ് സിനിമ എത്തിയിരിക്കുന്നത്. ഭ്രമയോഗം തകർക്കുകയാണ്. 2ാം ദിവസവും ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നു. നാളെയും മറ്റന്നാളും സിനിമയ്ക്ക് കൊടൂരമായ ബുക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പലയിടത്തും ടിക്കറ്റുകൾ കിട്ടാനില്ല എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ആദ്യ ദിനത്തെ മുഴുവൻ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്ത്യ കളക്ഷൻ മികച്ച രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ദീപ് മീഡിയാസ്.